എവരിവൺ, എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്താ അതിന് മാത്രം എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എന്താണെന്നെല്ലാം പറയാം. അപ്പോൾ നേരം കളയാതെ വേഗം തന്നെ വീഡിയോയിലിട്ട് പോവാം. ഈ വ്ളോഗ് എടുത്ത് തുടങ്ങുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ഒരു 6 മണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഫോട്ടോ അല്ല, വീഡിയോ. എവിടെ പോകുന്ന രണ്ടാളും? പിള്ളേർ രണ്ടാളും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ആളുകൾക്കെല്ലാം ബീച്ചിൽ പോകുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് വലിയ കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയോ, ശരിക്കും ഞങ്ങളെല്ലാവരും കൂടി ആദ്യമായിട്ടും അവസാനമായിട്ടും ബീച്ചിൽ പോയിട്ടുള്ളത് ഞാനൊരു 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. നീതു തീരെ ചെറുതാണ്. അതിന് ശേഷം ബീച്ച്, പാർക്ക് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടില്ല കേട്ടോ. എപ്പോഴും ഇവർ പണി എന്ന് പറഞ്ഞിട്ട്, അവർക്ക് എപ്പോഴും പണിയാണ്, ആ തിരക്ക് പറഞ്ഞിട്ട് ഒഴിവാക്കും. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ മുറുക്ക പിടിച്ചു, എന്തായാലും ഇപ്രാവശ്യം പോകണം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെക്കാട്ടിയെല്ലാം സന്തോഷം ഇവർക്ക് രണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമോനൊക്കെ വീണു, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ രണ്ടാളെയും ഉള്ളിലേക്ക് പോയിക്കൊന്നിട്ട് വേഗം ഓടിച്ചതാണ്. വില്ലുമ്മ വരുന്നില്ല, വില്ലുമ്മയും അമ്മാവനും ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാളും പച്ച അല്ല, പച്ചയല്ല അല്ലേ? അമ്മേരെ വെക്കുവോ? എനിക്ക് ചെറിയ ബാഗ് കുടിക്കേ, അത്ര നിറച്ചിലും വേണോ? കൊണ്ടുപോകാൻ എടുത്തു വെച്ച വെള്ളം കൂടുതലാണ്, ബാഗിന് കനം കൂടുന്ന അമ്മ പറഞ്ഞിട്ടായിട്ടും അത് കുടിച്ച് പകുതിയാക്കുന്ന നീതുവിനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണൂരിൽ നിന്ന് മിക്ക ഞായറാഴ്ചയും പുറത്ത് പോകലുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലുണ്ട്, ബീച്ചിൽ പോകലുണ്ട്, പാർക്കിൽ പോകലുണ്ട്, മേളയെല്ലാം വരുമ്പോൾ, ഫെയറെല്ലാം വരുമ്പോൾ പോയി കാണലുണ്ട്. പക്ഷെ അതെല്ലാം വേറൊരു, ഞങ്ങൾ 3ആളും പോയി കാണുന്നതെല്ലാം വേറൊരു സന്തോഷം. ഇത് ഇവിടുന്ന് എല്ലാവരും കൂടി ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് അറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. അത് ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ എവിടെയും അങ്ങനെ പോകാത്തതുകൊണ്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി ഞാനൊരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സണാണ്. എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല. അങ്ങനെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ കേട്ടോ. എന്താ പറയുക, മൈ ഫാമിലി ഈസ് മൈ ലൈഫ് എന്നൊക്കെ പറയുന്നില്ല, അത് എൻ്റെ കാര്യത്തിൽ ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവർ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വേറെ പുറമേ ഉള്ള ആൾക്കാരുമായിട്ടൊരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും പിന്നെ അത് പരിപാടിയും നല്ല തിരക്കും ഉണ്ടേന്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഗൗരിക്കല്ലൊരു ടാഗ് കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേരും പിന്നെ അതിൽ എൻ്റെ നമ്പറിൽ എഴുതിയിട്ട്. നല്ല തിരക്കല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങളെ കൈക്കെല്ലാം ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് സേഫ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഉള്ളിലെല്ലാം ബീച്ച് പാർക്കിൻ്റെ ഉള്ളിലെല്ലാം നല്ല ലൈറ്റിംഗ് എല്ലാം ഇട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെയറിൻ്റെ ഉള്ളിൽ സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ കുറേ കളിപ്പാട്ടക്കടയും ഭക്ഷണത്തിൻ്റെ കടയും പിന്നെന്താ ഫാൻസി ഐറ്റത്തിൻ്റെ എല്ലാം കടയായിരുന്നു. പിന്നെ അമ്മമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഗൗരിക്ക് വേണ്ടിയിട്ട് പൈസ ഇറക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ആ പോപ്കോണിൻ്റെ കട എത്തിയിട്ട് വരുമ്പോൾ ഗൗരിക്ക് എന്തായാലും ചോക്ലേറ്റ് പോപ്കോൺ മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയായിരുന്നു ഓളെ ടേസ്റ്റ് എന്താണെന്നുള്ളതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ തന്നെ ഉറപ്പുണ്ടായിരുന്നു ഓള് കഴിക്കൂലെന്ന്. പറഞ്ഞ പോലെ തന്നെ അവൾക്കത് 2 എന്താ പറയുക പീസ് കഴിച്ചിട്ട് തന്നെ വേണ്ടതായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ച് തീർക്കേണ്ടി വരുന്നു. ഒരുപാട് കടയുണ്ടായിരുന്നു കേട്ടോ, കാണാനും വാങ്ങിക്കാനും എല്ലായിട്ട്. നമ്മൾ കുറച്ച് കടയെല്ലാം കയറി ഇറങ്ങി ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങിച്ച് പിന്നെ അതാ പുറത്തേക്ക് ബീച്ച് പാർക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ എല്ലാ മരത്തിലും ഇങ്ങനെ ലൈറ്റിങ്സ് എല്ലാം ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചോട്ടിൽ, മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നു പിള്ളേരെയും കൊണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ആടെ സ്ലൈഡറും ഊഞ്ഞാലും അങ്ങനെ ലൈറ്റാണ്. ആടെ എത്തിക്കഴിഞ്ഞിട്ട് വരുമ്പോൾ ഗൗരിൻ്റെ കുഞ്ഞുമാരും മൂടേ മാറി, അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ ആടെ പിടിച്ച് വലിച്ച് കൊണ്ടുവരേണ്ടി വന്നു. അപ്പുറത്ത് വേറെ സാധനമെല്ലാം ഉണ്ട്, അങ്ങോട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മറ്റേ പൈസ കൊടുത്ത് കയറുന്ന ഈ ട്രെയിൻ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് വരുമ്പോൾ രണ്ടാൾക്കും അതിൽ കയറണം നിർബന്ധം. അങ്ങനെ അതിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം എത്തിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് മെയിനായിട്ടുള്ള ഒരു എന്താ, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവമാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ അതിൽ കയറ്റി. അതിൻ്റെ ഇടയിൽ നമ്മളൊരു നാട്ടുകാരിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞു. ഫെസ്റ്റിന് പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ. എന്താ ഇതിൻ്റെ ശരിക്കും പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മായി അവരൊന്നും ഇതിൽ കയറുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ല. അമ്മേരെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോഴും ആ ഒരു ഭയങ്കര എന്താ പറയുക, ആ ഒരു ഇതെല്ലാം കാണുമ്പോൾ ഞാൻ ശരിക്കും നമ്മൾ വണ്ടർലയിൽ റോളർ കോസ്റ്ററിൽ കയറിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ല, ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു വല്ലാത്തൊരു ഫീലിംഗ് അതുപോലെയെല്ലാം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവരൊന്നും ഇതിൽ ഇതുവരെ ജന്മത്തിൽ കയറിയിട്ടുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഒരു ദിവസം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് വീണ്ടും വണ്ടീൻ്റെ അടുത്തോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലോട്ട് പോകാൻ നോക്കുന്നതാന്ന്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും നല്ല തിരക്ക് കൂടി കേട്ടോ, ബ്ലോക്കെല്ലാം കൂടി, ആൾക്കാരും കൂടി വരുമ്പോൾ ഇല്ലേനെക്കാട്ടും. പിന്നെ നമ്മൾ ഫെയറിൻ്റെ അകത്തുനിന്നൊന്നും ഒന്നും അധികമായിട്ട് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. രാത്രി ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തില്ലേ. അങ്ങനെ നമ്മളൊരു റോയൽ കാസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഔട്ടിങ്ങിന് ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രധാന അജണ്ടയായിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു തരണം, ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ചെയ്യണമല്ലോ, അത് ചെയ്യാതെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് റോയൽ കാസിനോയിൽ എത്തിയിട്ടുണ്ട്. പൊറോട്ട, ഗോബി മഞ്ചൂരിയൻ, പിന്നെന്താ ചിക്കൻ പോപ്സ്, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ ഗ്രാൻഡായിട്ട് തന്നെ ഞങ്ങളെ കണക്കിൽ ഇത് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു ഡിന്നറാണ് കേട്ടോ. പിന്നെ കുറേ നാളായിട്ടോ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പോയി പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കുന്നത്. നമുക്ക് ഹോട്ടലും കൂടി ഇല്ലാതുകൊണ്ട് ഹോട്ടൽ ഫുഡൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷെ അവിടെ ഒന്നും ഈ ചിക്കൻ പോപ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ അതുപോലത്തെ സാധനമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ അല്ലാതെ നമ്മളെല്ലാവരും കൂടി പോയിരുന്ന് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് രസമല്ലേ. ഫുഡെല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 11:30 ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ 11 മണി കഴിഞ്ഞിട്ടെല്ലാം ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടി വീട്ടിലെത്തൽ ഇങ്ങനെ തെയ്യം കെട്ടെല്ലാം കഴിഞ്ഞിട്ടാണ്. അല്ലാതെ ഒരു ഔട്ടിങ്ങിനെല്ലാം പോയി ബീച്ചിലെല്ലാം പോയി ഈ നേരത്ത് തിരിച്ചെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. അമ്മാവനും വല്യമ്മ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിളിച്ച് ഉണർത്തി എല്ലാവരും. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അമ്മയും തങ്കമ്മായിയെല്ലാം. അവർ ഈ വീട്ടിൽ പണി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. അവരും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എൻജോയ്മെൻ്റ് എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അപ്പോൾ അവരിന്ന് ഡബിൾ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനില്ല കേട്ടോ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.